ആലുവയിലെ വി.ഡി. സതീശന്റെ വീട്ടിൽ നിന്ന് വിപിൻ സി വിജയൻ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിപിൻ, നമുക്കറിയാം ഇപ്പോൾ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ്, വി.ഡി. സതീശന്റെ പേര് തന്നെയാണ്. അദ്ദേഹത്തിന് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ജനവികാരം അദ്ദേഹത്തോടൊപ്പമാണ് എന്നുള്ള കാര്യം നിസ്സംശയം പറയേണ്ടതുണ്ട്. ഇന്നിപ്പോൾ രാവിലെ മുതൽ നേതാക്കളും അതുപോലെ തന്നെ ആളുകളും ഒക്കെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ തീരുമാനം വരുമെന്ന് കരുതുന്നു. എന്താണ് അവിടുത്തെ ഒരു അന്തരീക്ഷം? ആഷിത, തികഞ്ഞ ആത്മവിശ്വാസം അതിൽ തന്നെയാണ് ഇപ്പോൾ വി.ഡി. സതീശൻ ക്യാമ്പുള്ളത്. ഞാൻ ആലുവയിലെ ദേശത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. ഈ വീട്ടിൽ വി.ഡി. സതീശനുണ്ട്. അദ്ദേഹം ഇന്ന് പറവൂരിൽ 1-2 പരിപാടികൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്വകാര്യ പരിപാടികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ വീട്ടിൽ തന്നെ തുടരുകയാണ്. കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് കാഴ്ച. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇത്രയേറെ പ്രവർത്തകർ ഏകദേശം രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടരുകയാണ്. എപ്പോൾ വരും ഈ ഒരു പ്രഖ്യാപനം എന്നുള്ളത് കാത്തു നിൽക്കുകയാണ്. ഇന്നിപ്പോൾ 5:30 ഖാർഗെ രാഹുൽ ഗാന്ധി നിർണായക കൂടിക്കാഴ്ചയുണ്ട്. ആ സമയമാകുമ്പോഴേ അതിലൊരു പ്രഖ്യാപനം വരും. അത് വി.ഡി. സതീശന് അനുകൂലമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലും നിരവധി പ്രവർത്തകർ ഈ വീട്ടിലേക്ക് ഇപ്പോൾ വന്ന് കാത്തു നിൽക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ഇത്രയേറെ വാഹനങ്ങൾ വന്ന് ഈ ഒരു ചെറിയ പ്രദേശത്ത് ഇവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവാവുന്ന അത്രയും സാഹചര്യം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. അപ്പോൾ വാഹനങ്ങളിലൊക്കെ വന്ന് പല ഭാഗങ്ങളിൽ നിന്ന്, പല ദേശങ്ങളിൽ നിന്ന് വന്ന് കാത്തു നിൽക്കുകയാണ്. മുഹമ്മദ് ഷിയാസും അകത്തുണ്ട്. DCC അധ്യക്ഷനാണ് അദ്ദേഹം. ആദ്യം എറണാകുളത്ത് നിന്ന് ഒരു മുഖ്യമന്ത്രി വേണം എന്നുള്ള ആവശ്യം പറഞ്ഞത് മുഹമ്മദ് ഷിയാസാണ്. അദ്ദേഹം ഇപ്പം രാവിലെ മുതൽ 9 മണിയോട് കൂടി എത്തിയതാണ്, ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും. അതായത് ഏതെന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിക്ക് മുമ്പ് പല പ്രാവശ്യം ചുണ്ടിനും കപ്പിനും ഇടയിലാണ് വി.ഡി. സതീശൻ്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടത്. ശരിക്കും ഇതിനു മുൻപ് ഉമ്മൻചാണ്ടിയൊക്കെ പറവൂർ വന്ന് ഇലക്ഷൻ സമയത്തൊക്കെ പറഞ്ഞത് അടുത്ത മന്ത്രിസഭയിൽ വി.ഡി. സതീശൻ ഉണ്ടാകുമെന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് കൊടുത്തില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളും കുട്ടികളും അതുപോലെ വീട്ടമ്മമാരൊക്കെ ഈ വി.ഡി. സതീശൻ ഈ തവണ മുഖ്യമന്ത്രി ആവണമെന്ന് വളരെയധികം ആഗ്രഹിക്കുകയാണ്. അല്ല, ഈ തവണ അത് സംഭവിക്കും. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് സംഭവിച്ചിരിക്കും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശ്രീ വി.ഡി. സതീശൻ വരണമെന്നുള്ള ജനങ്ങളുടെ ആഗ്രഹം രാവിലെ തുടങ്ങി ഞങ്ങൾ കാത്തിരിപ്പാണ്. ഒരു മാറ്റം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ജനഹിതം അനുസരിച്ച്, ജനത്തിന്റെ താല്പര്യം അനുസരിച്ച്, കേരളത്തിന്റെ താല്പര്യം അനുസരിച്ച് വി.ഡി. സതീശനെ AICC തരുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രി ഉണ്ടാവും. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ജനകീയനായ മുഖ്യമന്ത്രി കേരളത്തിന് നേതൃത്വം കൊടുക്കും. നവചൈതന്യത്തോടു കൂടി, നൂതനമായ ആശയങ്ങളോടുകൂടി. കാത്തിരിപ്പ് നീണ്ടുപോയിട്ടൊന്നുമില്ല. സ്വാഭാവികമല്ലേ, ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പല്ലല്ലോ, മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പല്ലേ. അപ്പോൾ അതിന് കുറേയും കൂടി ആഴത്തിൽ പരിശോധിക്കാനും ജനങ്ങളുടെ ആഗ്രഹങ്ങളും ചിന്തകളും പങ്കുവെക്കാനുള്ള അവസരം ഉണ്ടല്ലോ. അതിന് പരിശോധിക്കുന്ന സമയമായിട്ടുള്ളൂ. ഹൈക്കമാൻഡിന്റെ തീരുമാനം ഏതെങ്കിലും രീതിയിൽ എതിരാവൂ? ഹൈക്കമാൻഡിന്റെ തീരുമാനം ശരിയായ ദിശയിലേക്ക് പോകാൻ വേണ്ടിയാണ് കേരളത്തിൽ ജനത കാത്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇതൊരു ഗ്രൂപ്പല്ല. ഒരു ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ല ഈ കാണുന്ന ആളുകൾ വന്നത്. അദ്ദേഹത്തെ വളരെയധികം നെഞ്ചിലേറ്റി കഴിഞ്ഞു ജനങ്ങൾ. ഒരു തരത്തിലും KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലോ ഞങ്ങൾക്ക് പുറത്തല്ല. ഞങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരിൽപ്പെട്ട ആൾക്കാരാണ് KC വേണുഗോപാൽ, അതുപോലെ രമേശ് ചെന്നിത്തല. പക്ഷെ കേരള ജനത വി.ഡി. സതീശനെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ കണ്ടുപോയി. അത് ജനങ്ങൾ പൊറുക്കില്ല. കാരണം അവരുടെ ശാപം ഏൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയേക്കുന്നത്. അപ്പോൾ ജനങ്ങൾ പൊറുക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള വി.ഡി. സതീശൻ മുഖ്യമന്ത്രി എന്നുള്ള ഇത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുകയാണ് ആലുവയിലെ ദേശത്തെ വീട്ടിൽ നിന്ന് എത്തിയിട്ടുള്ള നിരവധി കോൺഗ്രസിന്റെ പ്രവർത്തകർ. വിപിൻ സി വിജയനാണ് തത്സമയ വിവരങ്ങൾ നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.